എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ആദ്യമായിട്ട് എടുക്കുന്നൊരു വീഡിയോ, അപ്പോൾ അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളൊക്കെ വരും. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നാന്ന് വെച്ചാൽ പുതിയതായിട്ട് തലയ്ക്ക് കാച്ചുന്ന വീഡിയോയാണ്. അപ്പം അതെങ്ങനെയാണ് കാച്ചുന്നത്, അതിനെന്നൊക്കെ ചേർത്തിരിക്കുന്നത് ഒക്കെയാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് ഡയറക്റ്റ് മേടിച്ച വെളിച്ചെണ്ണയാണ്. അത് നമ്മൾ നെല്ലിക്ക, പിന്നാണെങ്കിൽ ഉലുവ, തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന ഉലുവ, നെല്ലിക്ക, പിന്നെ ചുമന്നുള്ളി, പിന്നെ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന കുറേ ഇലകളെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും, പിന്നെ നമ്മുടെ കറിവേപ്പില, മൈലാഞ്ചിയുടെ ഇല, പിന്നെ കറ്റാർവാഴ, പിന്നെ ഇത്തിരി എന്തുവായിരുന്നു നമ്മുടെ പനിക്കൂർക്കയുടെ ഇല, തുളസി ഇല, ഇത്രയും ഇലകളും സാധനങ്ങളും കൂട്ടിയാണ് നമ്മളിപ്പോൾ എണ്ണ കാച്ചാൻ എടുത്തേക്കുന്നത്. ഈ എണ്ണ വെച്ച് കഴിഞ്ഞാൽ താരൻ, മുടി കൊഴിച്ചിൽ എല്ലാം മാറിക്കിട്ടും. പണ്ട് ഞാനിത് വെച്ചുകൊണ്ടിരുന്ന എണ്ണയാണ്, ഞാൻ തന്നെ കാച്ചി വെച്ചുകൊണ്ടിരുന്ന എണ്ണയാണ്. ഇപ്പോൾ എൻ്റെ ഇളയ മോനുണ്ടായ സമയത്ത് മുതൽ ഞാനിത് വെക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അതിന് ശേഷം എൻ്റെ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി. നല്ലതായിട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരുപാട് പോയി. ഇപ്പം മുടിയേ ഇല്ലെന്ന് പറയാം, അതുപോലത്തെ അവസ്ഥയിലെത്തി. അപ്പോൾ ഞങ്ങൾ പിന്നെയും എൻ്റെ ഒരു അനിയത്തി കൊച്ചുണ്ട്, അവളും ഞാനും കൂടി എന്നാൽ പിന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാൻ തുടങ്ങാം. ആദ്യം ചെമ്പരത്തിപ്പൂ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്, ചെമ്പരത്തിയുടെ ഇല എടുത്ത് മിക്സിയുടെ ജാറിൽ, അടുത്തത് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല, അടുത്തത് കറിവേപ്പില, മൈലാഞ്ചി ഇല, കറ്റാർവാഴ, നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഉലുവ, നെല്ലിക്ക, ചെറിയുള്ളി, ചുമന്നുള്ളി അങ്ങനെയൊക്കെ പറയും, ചെറിയുള്ളി എല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച് ഒരു ഉരുളിക്കകത്തേക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് എണ്ണയും കൂടെ ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഇനി ആദ്യത്തെ ആ ഒരു തിള വന്ന ഭാഗത്തുള്ള ഒരു സമയം, ആദ്യം തിള വന്ന് ആ ഒരു സമയം ഈ ഒരു പരുവത്തിൽ നിൽക്കും. ഏകദേശം ഞങ്ങളൊരു 4 മണിക്കൂറിന് മേലെ വെച്ചു. അത് 12:30 ആയപ്പോൾ നമ്മൾ അടുപ്പേ കയറ്റിയിട്ട് എടുത്തതൊരു 4-4:30 കഴിഞ്ഞ്. 4-5 മണിക്കൂറോളം നമ്മൾ അടുപ്പേ വെച്ച് നന്നായിട്ട് നോക്കി എടുക്കാനായിട്ട് അത്രയും സമയമായി. പക്ഷെ നല്ല എണ്ണയാണ്. ഞാനിത് ആദ്യം മുതലേ യൂസ് ചെയ്തിരുന്ന എണ്ണ ഇത് തന്നെയായിരുന്നു. എനിക്ക് നല്ല റിസൾട്ടുള്ള ഒരു എണ്ണയായിരുന്നേ. എനിക്ക് ഇളയ കുഞ്ഞുണ്ടായ പിന്നെ എനിക്ക് അതിലേക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ, നമ്മുടെ സാഹചര്യം കൊണ്ട് പറ്റാതെ പോയതാണ്. ഞാനിപ്പോൾ എന്തായാലും ഇനിയിപ്പം കൊച്ചിനിപ്പോൾ 2.5 വയസ്സായി, 2 വയസ്സ് കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെടുത്തു.